നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവം 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകമായിരുന്നു. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് (INC). 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. A.O. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം സ്ഥാപകനായ ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884 ഇന്ത്യൻ അസോസിയേഷനുമായി ചേർന്ന് 1885 ഡിസംബർ 25 രൂപീകൃതമായതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദാദാഭായ് നവറോജിയാൽ പേര് നിർദ്ദേശിക്കപ്പെട്ട ഈ സംഘടനയുടെ സ്ഥാപകനും ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയും സംഘടനയുടെ ആദ്യ സെക്രട്ടറിയുമായ വ്യക്തിത്വമാണ് A.O. ഹ്യൂം. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നഭിപ്രായപ്പെട്ട W.C. ബാനർജിയാണ് INCയുടെ ആദ്യ പ്രസിഡന്റ്. പ്ലേഗ് എന്ന പകർച്ചവ്യാധി കാരണം പൂനെയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന INC ആദ്യ സമ്മേളനം ബോംബെയിലേക്ക് മാറ്റി. അങ്ങനെ 1885 ഉമേഷ് ചന്ദ്ര ബാനർജി W.C. ബാനർജി അധ്യക്ഷനായി ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വച്ച് INCയുടെ ആദ്യ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72-ഉം അവതരിപ്പിക്കപ്പെട്ട ആകെ പ്രമേയങ്ങളുടെ എണ്ണം 9-ഉമാണ്. INC രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ G.P. പിള്ളയുമാണ്. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വച്ചത് ലാലാ ലജ്പത് റായിയാണ്. കോൺഗ്രസ് രൂപീകരണ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭുവും ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭുവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിൽ പ്രഭുവും ബോംബെ ഗവർണർ റിയെ പ്രഭുവും ആയിരുന്നു. 1886 കൽക്കട്ടയിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ പാഴ്സി. 1887 INC സമ്മേളനത്തിൽ വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമായ മദ്രാസിൽ അധ്യക്ഷനായിരുന്ന ബദറുദ്ദീൻ താബ്ജിയാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം. 1888 അലഹബാദിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ജോർജ് യൂളാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി അഥവാ യൂറോപ്യൻ. അതേ വർഷം തന്നെ INCക്കെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. 1889 ബോംബെയിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന വില്യം വെഡർബേണാണ് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശിയും അദ്ദേഹം തന്നെയാണ്. 1889-ലും 1910-ലും. കോൺഗ്രസ് സ്ഥാപകനായ A.O. ഹ്യൂമിൻ്റെ ജീവചരിത്രമെഴുതിയ ഇദ്ദേഹം അധ്യക്ഷനായിരുന്ന 5-ാം കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിൽ പണ്ഡിത രമാഭായ് ഉൾപ്പെടെ 10ഓളം സ്ത്രീകൾ പങ്കെടുത്തു. അതേ വർഷം തന്നെ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ INCയുടെ ശാഖയാണ് ബ്രിട്ടീഷ് കമ്മിറ്റി. 1890 കൽക്കട്ടയിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ഫിറോസ് ഷാ മേത്തയാണ് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ പാഴ്സി. കാദംബിനി ഗാംഗുലി ആദ്യമായി ഒരു വനിത കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 1891 നാഗ്പൂരിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന P. അനന്തചാർലുവാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. കോൺഗ്രസിന്റെ പേരിനോടൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർത്ത് ഈ സമ്മേളനത്തിൽ വച്ചാണ്
2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയായ WC ബാനർജി അധ്യക്ഷനായ സമ്മേളനം 1892 അലഹബാദിൽ വച്ചാണ് നടന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ കോൺഗ്രസ് പ്രസിഡന്റായ ദാദാഭായ് നവറോജി അധ്യക്ഷനായ സമ്മേളനം 1893 ലാഹോറിൽ നടന്നു. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയായ ആൽഫ്രഡ് വെബ് 1894 മദ്രാസിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. 1896 കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് റഹ്മത്തുള്ള സയാനി. കോൺഗ്രസ് പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ മുസ്ലിമാണ് അദ്ദേഹം. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് ഈ സമ്മേളനത്തിൽ വച്ചാണ്. ആലപിച്ചത് ടാഗോറാണ്. ഈ സമ്മേളനത്തിൽ കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചു. 1897 മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടത്തപ്പെട്ട INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനും ഇദ്ദേഹം തന്നെയാണ്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം 1899 ലക്നൌവിൽ നടന്നു. അധ്യക്ഷൻ RC ദത്ത്. 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി NG ചന്ദ്രാവർക്കറാണ്. വർഷം 1900. സ്ഥലം ലാഹോർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ടയിൽ നടന്ന INC സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ച. കോൺഗ്രസ് പ്രസിഡന്റായ നാലാമത്തെ വിദേശിയായ ഹെൻറി കോട്ടൺ 1904 ബോംബെയിൽ വച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. സ്വദേശി മുദ്രാവാക്യം മുഴക്കിയ ഈ സമ്മേളനം നടന്നത് 1905 ബനാറസിൽ ആയിരുന്നു. മറ്റൊരു പ്രത്യേകത ബംഗാൾ വിഭജന കാലത്തെ INC സമ്മേളനമായിരുന്നു ഇത്. കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് 1906 കൽക്കട്ട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ദാദാഭായ് നവറോജിയാണ് ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ ഇദ്ദേഹം 3 തവണയാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1886, 1893, 1906. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആദ്യ പിളർപ്പായ സൂററ്റ് പിളർപ്പ് നടന്നത് റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായി 1907 ഗുജറാത്തിലെ സൂറത്തിൽ വച്ച് നടന്ന INC സമ്മേളനത്തിൽ വച്ചാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും വേർപിരിഞ്ഞു. മാത്രമല്ല ഈ സമ്മേളനം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഗവൺമെന്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാനായി സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസാക്കിയ 1907 തന്നെയാണ് കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആനന്ദ മോഹൻ ബോസ് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. INCയിൽ 1907 പിളർപ്പിന് ശേഷം വീണ്ടും പിളർപ്പുണ്ടായത് തൊട്ടടുത്ത വർഷം 1908. ഇതിന് കാരണം മൊണ്ടേഗോ ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ മിതവാദികൾ ഒരു വിഭാഗം അംഗീകരിച്ചതായിരുന്നു. ഒരു ഔദ്യോഗിക ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനമായിരുന്നു 1908 മദ്രാസ് INC സമ്മേളനം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന റാഷ് ബിഹാരി ഘോഷാണ് 2 പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി. 1907 1908. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. സ്ഥലം ലാഹോർ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൽക്കട്ട സമ്മേളനമായിരുന്നു. BN ധർ അധ്യക്ഷനായ ഈ സമ്മേളനത്തിൽ ജനഗണമന ആലപിച്ചത് സരളാദേവി പൗത്രാണിയാണ്. 1912 ബീഹാറിലെ ബങ്കിപ്പൂരിൽ RN മധോൽക്കർ അധ്യക്ഷനായ INC സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്തത്. 1916 ലക്നൌവിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് AC മജുംദാറാണ്. ഈ സമ്മേളനത്തിൽ വച്ചാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത്. തീവ്ര ദേശീയവാദികളും മിതവാദികളും യോജിച്ച ഈ സമ്മേളനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇരുകൂട്ടരും സംയുക്ത സമ്മേളനം നടത്തുകയും ലക്നൗ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു.
കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയുമായ ആനി ബസന്റ് അധ്യക്ഷയായ സമ്മേളനം 1917 കൽക്കട്ട സമ്മേളനമാണ്. 1919 അമൃത്സറിൽ മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായ INC സമ്മേളനത്തിലാണ് ജാലിയൻ വാല ബാഗിനെതിരെ പ്രമേയം പാസാക്കിയത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രമേയം അവതരിപ്പിച്ചത് 1920 കൽക്കട്ടയിൽ ലാലാ ലജ്പത് റായ് അധ്യക്ഷനായ പ്രത്യേക സമ്മേളനത്തിൽ വച്ചായിരുന്നു. വിജയരാഘവാചാര്യർ അധ്യക്ഷനായി 1920 നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ വച്ച് കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി പ്രമേയം പാസാക്കിയതും ഭാഷാ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചതും ഈ സമ്മേളനത്തിൽ വെച്ചാണ്. CR ദാസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ജയിലിലായിരുന്നതിനാൽ ഹക്കീം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റായ INC സമ്മേളനം 1921 അലഹബാദിൽ നടന്ന സമ്മേളനമായിരുന്നു. കോൺഗ്രസിന്റെ നയപരിപാടികളിൽ മാറ്റം വരുത്തണമെന്ന് വാദിച്ചവർ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1922 ഗയയിൽ CR ദാസ് അധ്യക്ഷനായി നടന്ന സമ്മേളനമായിരുന്നു. TK മാധവന്റെ പ്രേരണയിൽ ഐത്തോച്ചാടനത്തിനായുള്ള പ്രമേയം അവതരിപ്പിച്ചത് മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായി 1923 ആന്ധ്രാപ്രദേശിൽ കാക്കിനഡയിൽ നടന്ന സമ്മേളനമായിരുന്നു. INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മൗലാന മുഹമ്മദ് അലി തന്നെയാണ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനമാണ് 1924 കർണാടകയിലെ ബെൽഗാമിൽ നടന്ന സമ്മേളനം. 1925 കാൺപൂറിൽ വച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായ സരോജിനി നായിഡുവാണ് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും. ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയ സമ്മേളനമായിരുന്നു ഇത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കിയ സമ്മേളനം 1926 അസം സംസ്ഥാനത്തിലെ ഗുവാഹത്തിയിൽ S. ശ്രീനിവാസ അയ്യങ്കാർ അധ്യക്ഷനായിരുന്ന സമ്മേളനമായിരുന്നു. 1927 ബ്രസൽസിൽ നടന്ന കോൺഗ്രസ് ഓഫ് ഒപ്രസ്ഡ് നാഷണലിസ്റ്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇതേ വർഷം തന്നെ മദ്രാസിൽ നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് MA അൻസാരിയാണ്. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ പ്രമേയം പാസാക്കിയ ഈ സമ്മേളനത്തിൽ തന്നെയാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ പുത്രിക രാജ്യപദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനം നടന്നത് 1928 കൽക്കട്ടയിൽ ആണ്. അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം നടന്നത് 1929 ലാഹോറിലാണ്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയതും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിൽ വച്ചാണ്. 1929 ഡിസംബർ 31 നെഹ്റു ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും ആദ്യമായി ഒരു പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ പ്രമേയം പാസാക്കിയ സമ്മേളനമായിരുന്നു 1931 കറാച്ചിയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടത്. 1931 തന്നെയാണ് കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1932 ന്യൂഡൽഹി സമ്മേളനവും 1933 കൽക്കട്ട സമ്മേളനവും ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച INC സമ്മേളനങ്ങളാണ്. എഡിത്ത് എലൻ ഗ്രേ എന്ന് യഥാർത്ഥ നാമമുള്ള നെല്ലിസൺ ഗുപ്ത അധ്യക്ഷയായിരുന്നത് 1933 നടന്ന കൽക്കട്ട സമ്മേളനമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്തയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട സമ്മേളനമായ 1934 സമ്മേളനം ബോംബെയിലാണ് നടന്നത്. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇതിലെ അധ്യക്ഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് രൂപീകരിക്കപ്പെട്ടത് 1934 തന്നെയാണ്. 25 പേരാണ് ഇതിൽ അംഗമായിട്ടുള്ളത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ബോംബെ സമ്മേളനം നടന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ 1935 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നത് നുകം വച്ച കാളകളാണ്. കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമായ വർഷം 1978 ആണ്.
കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ രചിച്ച് 1935 പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം കോൺഗ്രസിന്റെ ചരിത്രം ആണ്. ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മഹാരാഷ്ട്രയിലെ ഫൈസ്പൂറിൽ 1936 നടന്ന INC സമ്മേളനമായിരുന്നു ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഭരണഘടന നിർമ്മിക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനമായിരുന്നു 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്നത്. ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഈ സമ്മേളനത്തിൽ വച്ചാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായി പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി. എന്നാൽ അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം പ്രസിഡന്റായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം കൂടിയായിരുന്നു ഇത്. ക്വിറ്റ് ഇന്ത്യ സമരം, സിംല സമരം തുടങ്ങിയവ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അദ്ദേഹം തന്നെയാണ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി. ജാർഖണ്ഡിലെ രാംഘട്ടിൽ 1940 നടന്ന INC സമ്മേളനത്തിൽ പ്രസിഡന്റായ അദ്ദേഹം 1946 വരെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തി JB കൃപലാനിയാണ്. വർഷം 1946, സ്ഥലം മീററ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂരാണ്. 1948 നടന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായ പട്ടാഭി സീതാരാമയ്യയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വച്ച് രൂപീകരിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1950 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ആയിരുന്നു. അധ്യക്ഷൻ പുരുഷോത്തം ദാസ് ഖണ്ഡൻ. 1955 തമിഴ്നാട്ടിലെ ആവടിയിൽ UN തേവർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിലെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1959, സ്ഥലം ഡൽഹി. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി കൂടിയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റായത് രാജീവ് ഗാന്ധിയാണ്. വർഷം 1985, സ്ഥലം ബോംബെ. 1997 കൽക്കട്ടയിലെ INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന സീതാറാം കേസരിയാണ് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയായ സോണിയാഗാന്ധി ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നത് 1998 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. 1998 മുതൽ 2017 വരെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി തന്നെയാണ് കോൺഗ്രസ് രൂപീകരണത്തിന്റെ 125ാം വാർഷികത്തിലും പ്രസിഡന്റായിരുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2017 ഡിസംബർ 16, സ്ഥലം ഡൽഹി. 2022 ഡൽഹിയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രസിഡന്റായിരുന്ന വ്യക്തി മല്ലികാർജുൻ ഖാർഗെയാണ്. ശശി തരൂരാണ് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് ദേശീയ പ്രസ്ഥാനം. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ 3 ഘട്ടങ്ങളായി വിഭജിക്കുന്നു. മിതവാദി കാലഘട്ടം 1885 മുതൽ 1905 വരെ. തീവ്ര ദേശീയവാദി കാലഘട്ടം 1905 മുതൽ 1919 വരെ. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1948 വരെ. ആദ്യകാലത്ത് കോൺഗ്രസിൽ രൂപം കൊണ്ട 2 വിഭാഗങ്ങളാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇതിൽ മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ താബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്ര ദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രമുഖരുടെ അഭിപ്രായങ്ങൾ ഇവയൊക്കെയാണ്. അവധിക്കാല വിനോദ പരിപാടി, തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല, ബാലഗംഗാധര തിലക്. യാചക സ്ഥാപനം, അരബിന്ദ ഘോഷ്. 3 ദിന തമാശ, അശ്വനി കുമാർ ദത്ത്.
ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ്. സയ്യിദ് അഹമ്മദ് ഖാൻ. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് പട്ടാഭി സീതാരാമയ്യ. ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫറിൻ പ്രഭു. രാജദ്രോഹത്തിൻ്റെ ഫാക്ടറി ബ്രിട്ടീഷുകാർ. പ്ലേയിങ് വിത്ത് ബബിൾസ് ബിപിൻ ചന്ദ്രപാൽ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടത് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണ്. ലാലാ ലജ്പത് റായ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.